ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗ്ലീൻലി. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 12/6/2025 RRB നടത്തിയ ഗ്രാജുവേറ്റ് ലെവൽ NTPC പ്രിലിംസ് എക്സാമിൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരും എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. സോ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. വേർ വാസ് ദ വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് ഹെൽഡ് ഇൻ മാർച്ച് 2025? മാർച്ച് 2025 വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് എവിടെ വെച്ചാണ് നടന്നതെന്നാണ് ചോദ്യം. ന്യൂഡൽഹി, ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് WSTS സമ്മിറ്റ് നടന്നത്. നമുക്ക് നോക്കാം, 2026 ഫെബ്രുവരി 25-27 ആ ഒരു ടൈമിൽ വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് റീസെൻ്റ്ലി നടന്നായിരുന്നു. അതിൻ്റെ 25ാമത്തെ എഡിഷനാണ് ഇപ്പോൾ നടന്നത്. അതിൽ ഇത് ഓർഗനൈസ് ചെയ്യുന്നത് ദ എനർജി ആൻഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഓക്കെ, ദ എനർജി ആൻഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് ന്യൂഡൽഹിയിലെ താജ് പാലസിൽ വെച്ചിട്ടാണ് നടന്നത്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻസ്, വിഷൻ, വോയിസസ് ആൻഡ് വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, 3 V ആണ്. വിഷൻ, വോയിസസ് ആൻഡ് വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റിൻ്റെ തീം എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ, അതുപോലെ തന്നെ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്, ഇതൊക്കെ എന്ത് ചെയ്യണം, ഇതിലേക്കൊക്കെ ഉള്ള ഗ്യാപ്പ് പെട്ടെന്ന് തന്നെ ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയണം. ഇതിനുള്ള ഗ്യാപ്പ് എന്ത് ചെയ്യണം, ബ്രിഡ്ജ് ചെയ്യുക. 2030 കൂടി ഇതൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സബ്മിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഗ്ലോബൽ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്, അതുപോലെ മിനിസ്റ്റേഴ്സ്, ദെൻ നോബൽ ലോറിയേറ്റ്സ് ഉണ്ടായിരുന്നു, അതുപോലെ UN ഏജൻസികളുടെ ഹെഡ്സും ഉണ്ടായിരുന്നു. ഇനി ഹിം കണക്ട് എന്ന് പറയുന്നത് ഈ ഒരു സബ്മിറ്റിൽ ലോഞ്ച് ചെയ്തൊരു ഇനിഷ്യേറ്റീവാണ്. ഇതെന്ന് പറയുന്നത് മൗണ്ടൻ റീജിയനിലുള്ള സസ്റ്റൈനബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലോഞ്ചാണ് ഹിം കണക്ട്. ഇനി ഇതുപോലെ തന്നെ 2001 മുതൽ 2026 വരെയുള്ള ഹിസ്റ്ററി, ഈ ഒരു സമ്മിൻ്റെ ഹിസ്റ്ററി എന്താണ്, ആർക്കൈവൽ പോക്കറ്റ് ബുക്ക് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ പോക്കറ്റ് ബുക്കിലൂടെ എന്ത് ചെയ്തു, അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ 25ാമത് ആനിവേഴ്സറി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട പോളിസി ഫോക്കസുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഗ്രീൻ സ്റ്റീല്, അതുപോലെ തന്നെ അഗ്രി ഫോട്ടോ വോൾട്ടായിക്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇന്ത്യയുടെ എനർജി ട്രാൻസിഷൻ സെക്യൂരിറ്റിയൊക്കെ ഇതിനകത്തൊരു ഹൈ ലെവൽ എന്താണ് ഡിസ്കഷൻ ടോപ്പിക്കുകളായിരുന്നു. ഇനി നമുക്കറിയാം COP31 നടക്കാൻ പോകുന്നതാണ്. കോൺഫറൻസ് ഓഫ് പാർട്ടി 31 തുർക്കിയിലെ അന്താലിയയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, ഹൗ ആർ ദ ഹിമാലയൻ റേഞ്ചസ് ഓറിയൻറ്റഡ് ഇൻ അരുണാചൽ പ്രദേശ്? അരുണാചൽ പ്രദേശിൽ ഹിമാലയൻ റേഞ്ചസ് എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ചോദ്യം. ഓക്കെ, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ടു സൗത്ത്, നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, ഈസ്റ്റ് വെസ്റ്റ്. നമ്മളിതിൻ്റെ ഉത്തരം നോക്കുകയാണെങ്കിൽ സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ് ആണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ നോർത്ത്, സൗത്ത്, ദെൻ വെസ്റ്റ് ആൻഡ് ഈസ്റ്റ്. നമ്മൾ അരുണാചൽ പ്രദേശിൻ്റെ ആ ഒരു ഏരിയയിൽ വരുമ്പോൾ നമുക്കറിയാം ഇതെങ്ങനെയാണ് കിടക്കുന്നത്. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഹിമാലയ ഇങ്ങനെ വന്നിട്ട് അരുണാചൽ പ്രദേശിൻ്റെ അവിടെ വന്നിട്ട് ഇവിടെ നംച ബർവേൽ വെച്ചിട്ട്, ഓക്കെ, നംച ബർവേൽ വെച്ചിട്ട് ഇങ്ങനെ വളഞ്ഞ് പൂർവാഞ്ചലിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റ് ടു എന്താണ്, നോർത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റിലോട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ കിടക്കുന്നത്. നമ്മളത് നോക്കുകയാണെങ്കിൽ അരുണാചൽ പ്രദേശ് ജനറലി ഇത് നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ആണ്. ജനറലി ഇത് ഇങ്ങനെയല്ലേ വരുന്നത്, നോർത്ത് വെസ്റ്റ് ടു സൗത്ത് ഈസ്റ്റ്, ഇങ്ങനെയാണ് ജനറലി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ടാണ് പിന്നെ അത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചുറ്റി വരുന്നത്. സോ ജനറലി ഇത് നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ആണ്. പക്ഷേ അരുണാചൽ പ്രദേശിൽ ഇത് സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ് ഡയറക്ഷനാണ് കിടക്കുന്നത്. ദെൻ നംച ബർവേൽ വെച്ച് ഇതൊരു ടേൺ എടുക്കും. എന്നിട്ടാണ് അതിനെ ആ ഒരു ടേണിനെയാണ് നമ്മൾ സിൻടാക്സിയൽ ബെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സിൻടാക്സിയൽ ബെൻഡ്. ഇവിടെ ഒരു ദിഹാങ് ഗോർജ് എന്ന് പറഞ്ഞൊരു ഗോർജ് ഉണ്ട്. ഈ ഗോർജിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ബ്രഹ്മപുത്ര നമ്മുടെ ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ദിഹാങ് ഗോർജിലൂടെ ബ്രഹ്മപുത്ര എന്ത് ചെയ്യും, യാർലുങ് സാംപോ എന്നാണ് ബ്രഹ്മപുത്രയുടെ പേര്. അത് നേപ്പാളിലൂടെയൊക്കെ ഒഴുകി, ലൈക്ക് ടിബറ്റിലൂടെയൊക്കെ ഒഴുകി വരുന്ന സമയത്ത്, എന്നിട്ട് അരുണാചൽ പ്രദേശിലെ സിയാങ് ഡിസ്ട്രിക്റ്റിൽ കയറുമ്പം അത് ഈ ദിഹാങ് ഗോർജിലൂടെയാണ് കയറുന്നത്. അപ്പം സിയാങ് എന്നാണ് നദിയുടെ പേര്. അത് കഴിഞ്ഞ് ദിബാങ്ങും അതുപോലെ ലോഹിത് നദിയായിട്ട് ചേർന്നിട്ട് എന്ത് സംഭവിക്കും, ബ്രഹ്മപുത്രയായി ആസാമിലൂടെ ഒഴുകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ കയറി കഴിഞ്ഞതിന് ശേഷം എന്താണ് ഓക്കെ, ഈ ഹിമാലയം ഇങ്ങനെ ബെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിനെ അറിയപ്പെടുന്ന പൂർവാഞ്ചൽ ഹിൽസ് എന്നാണ്. അത് നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ ഇന്ത്യയിൽ മ്യാൻമാറിലോട്ടൊക്കെ അത് പോകും. ഇനി അരുണാചൽ പ്രദേശിലെ ഹയസ്റ്റ് പീക്ക് കിടക്കുന്ന ഈ ഒരു ഏരിയയിലാണ്. അതാണ് ക്യാങ്ടോ പീക്ക്. ഓക്കെ, ക്യാങ്ടോ പീക്ക് 7090 മീറ്ററാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, 7090. ദെൻ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ലോഹിത് ദിബാങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും സിൻടാക്സിയൽ ബെൻഡ് എവിടെയാണെന്ന്. ഇങ്ങനെയാണ് ഹിമാലയ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ
ഇവിടെ വന്ന് ഇങ്ങനെ തിരിയും. ഇതുവഴി നമ്മുടെ ക്യാങ്ടോ പീക്ക് ആ ഒരു തംച പർവ്വ റീജിയൻ വഴി സിയാങ് വരും. ദെൻ ദിബാങ് നദി വരും. ഇവിടെ നിന്ന് ലോഹിത് നദി വരും. എന്നിട്ട് ഇത് ബ്രഹ്മപുത്രയായിട്ട് നേരെ ഇങ്ങനെ ആസാമിലൂടെ താഴോട്ട് ഒഴുകി പോകും. ഓക്കെ. ഇനി അരുണാചൽ പ്രദേശിലുള്ള 4 ഹിൽസുകളാണ്. ഓക്കെ, ഇത് വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ വരും. ഇങ്ങനെ 4 ഹിൽസുകളാണ് ഏതൊക്കെ? ദാഫ്ല, മിരി, അബോർ, മിഷ്മി എന്ന് പറയുന്നത്. ദാഫ്ല, മിരി, അബോർ ആൻഡ് മിഷ്മി എന്ന് പറയുന്നത്. ഓക്കെ, ദാഫ്ല, മിരി, അബോർ ആൻഡ് മിഷ്മി എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ ഹില്ലുകളാണ്. ദാഫ്ല വെസ്റ്റ് പാർട്ട് ഓഫ് അരുണാചൽ പ്രദേശിൽ വരും. മിറി സെൻട്രലായിട്ട് വരും. അബോർ ഈസ്റ്റിലോട്ട് സിയാങ് നദിയുടെ അടുത്തേക്ക് വരും. ദെൻ ഈസ്റ്റേൺ മോസ്റ്റ് ആയിട്ട് വരുന്നത് മിഷ്മിയാണ്. ഈ ഒരു ഓർഡർ തന്നെയാണ് അത് പോകുന്നത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ഡൽഹി ഹൈക്കോർട്ട്സ് റൂളിംഗ് ഓൺ ദ റൈറ്റ് ടു ബി ഫോർഗട്ടൺ ഇൻ നവംബർ 2024 ഈസ് കറക്റ്റ്? ഓക്കെ, ഇത് ആ ഒരു ടൈമിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻ ആയിരുന്നു. ഇപ്പം അത്ര റിലവൻസി ഇല്ല. ഇതിൻ്റെ ഉത്തരം ദ കോർട്ട് പെർമിറ്റഡ് ദ പെറ്റീഷണർ ടു അപ്രോച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആൻഡ് സെർച്ച് എഞ്ചിൻസ് ടു മാസ്ക് ദെയർ ഐഡന്റിറ്റി. അതായത് ഈ ഒരു കേസ് വരുന്ന സമയത്ത് റൈറ്റ് ടു ബി ഫർഗോട്ടണിൽ പറഞ്ഞ എന്താണെന്ന് ഡൽഹി ഹൈക്കോർട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പെറ്റീഷണറിന് എന്താണ് സെർച്ച് എഞ്ചിൻ അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കയറിയിട്ട് അവരുടെ ഐഡന്റിറ്റികൾ മാസ്ക് ചെയ്യാനുള്ള എന്തുണ്ട് അവകാശമുണ്ട് എന്നാണ് റൈറ്റ് ടു ബി ഫർഗോട്ടണിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. വാട്ട് വാസ് ദ കാറ്റഗറി ഓഫ് ഇന്ത്യ ആസ് പെർ ദ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് സ്കോർ ഇൻ 2024 ദാറ്റ് ഷോസ് ദ സിവിയറിറ്റി ഓഫ് ഹങ്കർ ഇൻ എ കൺട്രി? ഒരു രാജ്യത്തെ ഹങ്കറിൻ്റെ സിവിയറിറ്റി കണക്കാക്കുന്ന ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്കോർ 2024 എത്ര ആയിരുന്നു? ലൈക്ക് ഏത് കാറ്റഗറിയിലായിരുന്നു ഇന്ത്യ എന്നാണ് ചോദ്യം. ഏത് കാറ്റഗറിയിലായിരുന്നു? ഇതിൻ്റെ ഉത്തരം സീരിയസ് കാറ്റഗറിയാണ്. ഓക്കെ, ഇന്ത്യ വളരെ സീരിയസ് ആയിട്ടുള്ള കാറ്റഗറിയിലായിരുന്നു 2024 കടന്നത്. നമുക്ക് കറണ്ട് അഫയേഴ്സ് നോക്കാം. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2025 എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 123 കൺട്രി ഉള്ളതിൽ 102ാം റാങ്കാണ്. അതെന്ന് വെച്ചാൽ കുറച്ച് നല്ല ലോ ആണ്. 25.8 മാത്രമാണ് സ്കോർ ഉള്ളത്. ഇപ്പോഴും നിലവിൽ ഇതെന്താണ് സീരിയസ് കാറ്റഗറിയിലാണ് ഇന്ത്യ കിടക്കുന്നത്. ഓക്കെ. ഇനി മറ്റു കുറച്ച് റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ജാനുവരി 2026 റിലീസായത്. ഇന്ത്യയുടെ റാങ്ക് 75 ആണ്. ദെൻ ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പാസ്പോർട്ട് നമ്മുടെ പാസ്പോർട്ട് വെച്ചിട്ട് നമുക്ക് 62ഓളം രാജ്യങ്ങളിൽ നമുക്ക് ഫ്രീ ആക്സസ് ഉണ്ട്. ഒരു മീഡിയം പവറാണ് നമ്മുടെ പാസ്പോർട്ടിനുള്ളത്. 75ആണ് ഇന്ത്യയുടെ റാങ്ക്. ഇനി ഗ്ലോബൽ സോഫ്റ്റ് പവർ ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ 32ആണ് ഇന്ത്യയുടെ റാങ്ക്. അത് ഇങ്ങനെ പഠിച്ചാൽ മതി. ഗ്ലോബലിൽ 6 ലെറ്റർ ഉണ്ട്, അതിൻ്റെ പകുതിയാണ് 3. സോഫ്റ്റിൽ 4 ലെറ്റർ ഉണ്ട്, അതിൻ്റെ പകുതിയാണ് 2. അപ്പം 32ആണ് ഇന്ത്യയുടെ റാങ്ക്. ബ്രാൻഡ് ഫൈനാൻസ് ആണ് ഇത് ഓർഗനൈറ്റ് ചെയ്യുന്നത്. ബ്രാൻഡ് ഫൈനാൻസ് എന്ന ഓർഗനൈസേഷനാണ് ഇത് ഇറക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞൊരു എമർജിങ് സോഫ്റ്റ് പവറാണ്. ഇനി കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ 91ആണ് ഇന്ത്യയുടെ റാങ്ക്. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ ഇത് ഇറക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന അത്യാവശ്യം കറപ്ഷൻ ഉള്ളൊരു രാജ്യമാണ്. ഫ്ലോഡ് ഡെമോക്രസിയാണ്, സീരിയസ് ആണ്. ഇന്ത്യക്ക് വെറും 100ൽ 39 മാത്രമേ സ്കോറുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ കറപ്ഷൻ നടക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. ഓക്കെ. ഇനി ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 38 ആണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക്. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ദെൻ നോക്കുകയാണെങ്കിൽ ഒരു ഇന്നോവേഷൻ അച്ചീവർ തന്നെയാണ്. അത്യാവശ്യം 38ാം റാങ്ക് ഉണ്ടല്ലോ, അത്യാവശ്യം നല്ലൊരു ഇന്നോവേഷൻ അച്ചീവർ തന്നെയാണ്. ദെൻ നമ്മൾ പറഞ്ഞു ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 102ആണ്. ഇത് ഇങ്ങനെ പഠിക്കണം. 100 കൂട്ടം പലഹാരം, ഇതിനു മുമ്പ് ഒരു ക്ലാസ് പറഞ്ഞിട്ട് 100 കൂട്ടം പലഹാരം ആണല്ലോ. അപ്പോൾ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 102 ആണെന്നുള്ളൊരു ഓർമ്മ നമുക്ക് ഉണ്ടായിരുന്നാൽ മതി. ഇത് ഇറക്കുന്നത് വെൽത്ത് ഹങ്കർ ഹിൽഫയാണ്. അതായത് ഇതൊരു ജർമ്മൻ എന്താണ് ഓർഗനൈസേഷനാണ്. സ്കോർ 25.8 ആണ്. സീരിയസ് ആണ് കണ്ടീഷൻ. ഇനി ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ നവംബറിൽ റിലീസായി. 10 ആണ് ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത്. ജർമ്മൻ വാച്ചാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ടോപ്പ് 10 പെർഫോമർ ആണ് ഇന്ത്യ എന്ന് പറയുന്നത് ഗ്ലോബലി. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ. പക്ഷേ ഇതിപ്പം റീസെൻ്റ്ലി ഇത് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐ തിങ്ക് റീസെൻ്റ്ലി ഇത് 23 ആയിട്ടുണ്ട്. ഒന്ന് കൺഫേം ചെയ്യേണ്ടതുണ്ട്. റീസെൻ്റ്ലി 23 ആയെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ നവംബറിൽ ഇന്ത്യയുടെ റാങ്ക് 131 ആണ് ഇന്ത്യയുടെ റാങ്ക്. ഓക്കെ, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്ന ഒരു എന്താണ് ലോവസ്റ്റ് ഇതിലായിട്ടാണ് വരുന്നത്. കാരണം 131 ആണ് ഇന്ത്യയുടെ റാങ്ക്. ഹൈ ആണ്, ഭയങ്കര ഹൈ ആയിട്ടുള്ളൊരു ഭയങ്കര ലോ ആയിട്ടുള്ള റാങ്കാണ്. ഇത് പഠിക്കാനൊരു വഴി എന്ന് പറയുന്നത് ഓക്കെ, ഗ്യാപ്പിന് 3 ലിറ്റർ ആണുള്ളത്. ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 3 ലിറ്റർ കിടക്കുന്നത് ഒന്നിനും ഇടയ്ക്കാണ്. ഒന്നിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കാണ് എന്ത് കിടക്കുന്നത്? 3 കിടക്കുന്നത്. അപ്പോൾ 131 അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ദെൻ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ആണെങ്കിൽ എഗെയിൻ പ്രസ്സിൽ 5 ലിറ്റർ ഉണ്ട്. ഒന്നിനും ഇടയ്ക്ക് 5 കിടപ്പുണ്ട്. ഓക്കെ, 151 ആണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക്. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡർ ആണ് ഇത് റിലീസ് ചെയ്യുന്നത്.
വെരി സീരിയസ് ആണ്. കാരണം 151 എന്ന് വെച്ചാൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടൊക്കെ വരുന്നൊരു റാങ്കാണ്. ഡാർക്ക് റെഡ് സോണാണ്. പ്രസ്തുത ഇടത്തിൽ ഇന്ത്യയുടെ റാങ്ക് ഭയങ്കര ലോ ആണ്. ഓക്കെ. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് റിസീവ്സ് റെയിൻഫാൾ ഫ്രം ബോത്ത് ദ സൗത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ? സൗത്ത് വെസ്റ്റിൽ നിന്നും നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ നിന്നും, അതായത് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ അതുപോലെ റിട്രീറ്റ് മൺസൂൺ രണ്ടിൽ നിന്നും റെയിൻഫാൾ കിട്ടുന്ന സ്റ്റേറ്റ് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഈ ഒരു 4 സ്റ്റേറ്റുകളാണ് രണ്ടിൽ നിന്നും മഴ കിട്ടുന്ന സ്റ്റേറ്റുകൾ. ഓക്കെ, ഫസ്റ്റ് ഇപ്പോൾ കേരളം തന്നെയാണ്. കേരളത്തിൽ സൗത്ത് വെസ്റ്റ് മൺസൂണിന് നമ്മൾ ഇടവപ്പാതി എന്ന് പറയും. ഓക്കെ, അതുപോലെ റിട്രീറ്റിംഗ് മൺസൂണിനെ നമ്മൾ എന്താന്ന് പറയും? തുലാവർഷം എന്ന് പറയും. പക്ഷേ നമ്മുടെ ഇടവപ്പാതിയാണ് കേരളത്തിൻ്റെ പ്രൈമറി മൺസൂൺ. അതായത് ഭയങ്കരമായിട്ട് നമ്മൾ ഇവിടെ മഴ, ഏറ്റവും കൂടുതൽ മഴ നമുക്ക് കിട്ടുന്നത് ഇടവപ്പാതിയിലൂടെയാണ്, മറ്റതിനെക്കാട്ടിലും തുലാവർഷത്തിനെക്കാട്ടിലും കൂടുതൽ. ഇനി തമിഴ്നാട് എടുക്കുകയാണെങ്കിൽ തിരിച്ചാണ്. തമിഴ്നാട് നോർത്ത് ഈസ്റ്റ് മൺസൂണാണ് പ്രൈമറി. ഏറ്റവും കൂടുതൽ അവിടെ മഴ കിട്ടുന്നത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്നാണ്. അതായത് നമ്മുടെ ഒക്ടോബർ ഡിസംബർ സമയങ്ങളിൽ മൺസൂൺ എന്ത് ചെയ്യും? തിരിച്ചു വരും. നമ്മുടെ ITC റിസൾട്ട് താഴേക്ക് തിരിച്ച് ഇക്വേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബേ ഓഫ് ബംഗാളിൽ നിന്ന് മോയ്സ്ചർ എടുത്തുകൊണ്ട് കോറമണ്ടൽ കോസ്റ്റിൽ തമിഴ്നാട്ടിലോ ആന്ധ്രയിലൊക്കെ മഴ പെയ്യിപ്പിക്കും. പക്ഷേ എന്താണ്, നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണെങ്കിൽ ജൂൺ സെപ്റ്റംബർ സമയത്തുള്ള സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണെങ്കിൽ അത് കന്യാകുമാരിയിൽ നീൽഗിരിയിൽ മാത്രമേ തമിഴ്നാട്ടിൽ മഴ പെയ്യിപ്പിക്കുന്നുള്ളൂ. ഇനി ആന്ധ്രാപ്രദേശ് എടുക്കുകയാണെങ്കിൽ കേരളത്തെ പോലെ തന്നെയാണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് പ്രധാനപ്പെട്ട മൺസൂൺ. ആന്ധ്രയുടെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ, ഉൾ ഏരിയകളിലൊക്കെയാണ് മഴ പെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി മൺസൂൺ ആണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. കോസ്റ്റൽ റയലസീമ റീജിയൻസിലൊക്കെയാണ് സെക്കൻഡറി മൺസൂൺ ആയിട്ടുള്ള നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആന്ധ്രാപ്രദേശിൽ പെയ്യുന്നത്. ഇനി കർണാടക എടുക്കുകയാണെങ്കിൽ എഗെയിൻ കേരളം ആന്ധ്രയും പോലെ തന്നെ സൗത്ത് വെസ്റ്റ് മൺസൂൺ തന്നെയാണ് പ്രധാനപ്പെട്ട മൺസൂൺ. കോസ്റ്റൽ ആൻഡ് മലനാട് റീജിയനുകളിലൊക്കെയാണ്. ഇനി നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് കർണാടകയിലെ ഇൻറ്റീരിയർ ഡിസ്ട്രിക്റ്റുകളിൽ മാത്രമേ മഴ പെയ്യിപ്പിക്കത്തുള്ളൂ. അപ്പം നമുക്കിവിടെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ആകെ കേരള, തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഇത്രയും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗുജറാത്തില്ല, മഹാരാഷ്ട്രയില്ല, ബീഹാറില്ല, തമിഴ്നാട് തന്നെയാണ് നമ്മുടെ ഓപ്ഷൻ. ഓക്കെ. വിച്ച് സിറ്റി ഓഫ് ഇന്ത്യ ഈസ് സെറ്റ് ടു എസ്റ്റാബ്ലിഷ് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിറ്റി കം ലേണിംഗ് സെൻറ്റർ ബൈ സെപ്റ്റംബർ 2025, എയിമിംഗ് ടു ക്രിയേറ്റ് എ ഗാർബേജ് ഫ്രീ എൻവയോൺമെൻറ്റ്? സെപ്റ്റംബർ 2025 ഒരു ഗാർബേജ് ഫ്രീ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിറ്റി ആവാൻ ഉദ്ദേശിക്കുന്ന ഏത് സിറ്റിയാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഗോരഖ്പൂർ ആണ്. ഓക്കെ, ഗോരഖ്പൂർ ആണ് ഇതിൻ്റെ ഉത്തരം. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ദ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2025 പബ്ലിഷ്ഡ് ബൈ ജർമ്മൻ വാച്ച്, ന്യൂ ക്ലൈമറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് ഇന്റർനാഷണൽ? ഇന്ത്യയുടെ ക്ലൈമറ്റ് ചേഞ്ച്, ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇന്ന് കഴിഞ്ഞ വർഷം വന്നൊരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഇതിൻ്റെ ഉത്തരം 10th ആണ് ഇന്ത്യയുടെ റാങ്ക്. ഓക്കെ 2026 ഇത് ഇറങ്ങിയിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2026 ഇറങ്ങിയിട്ടുണ്ട്. അതാണ് UN COP30 വെച്ചിട്ടാണ്. ഓക്കെ, ബ്രസീലിലെ ബലത്തിൽ വെച്ചിട്ട് UN COP30 ഇത് റിലീസാവുന്നത്. അതിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര ആയിട്ടുണ്ട്? 23 ആയിട്ടുണ്ട്. ഇന്ത്യയുടെ റാങ്ക് 23rd ആയിട്ടുണ്ട്. ഓക്കെ, 10ൽ നിന്ന് 23ലേക്ക് ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതായത് ഇന്ത്യയുടെ റാങ്ക് മോശമായി. 10ആയിരുന്നു ടോപ്പ് ഗ്ലോബൽ 10 പെർഫോമേഴ്സിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ 13 സ്ഥാനം പിന്നിലേക്ക് പോയി. അപ്പം അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ അതുപോലുള്ള എനർജി യൂസൊക്കെ ഇന്ത്യ നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യ ഭയങ്കരമായിട്ട് കോളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് കാർബൺ എമിഷൻ വരുന്നുണ്ട്. അതുപോലെ ക്ലിയർ നാഷണൽ കോൾ ഫേസ് ഔട്ട് ടൈം ലൈനും ലാക്ക് ചെയ്യുന്നുണ്ട്. അതായത് കോൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പൊല്യൂഷൻ ഇവിടെ കൂടുതലാണ്. ഇനി 2026 ഇറങ്ങിയ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ആദ്യത്തെ 3 സ്പോട്ടുകൾ വേക്കൻ്റ് ആണ്. അവിടെ ആരുമില്ല. അത്രയും അത്രയും ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു കൺട്രികൾക്കും പറ്റിയിട്ടില്ല. 4ാമത് പൊസിഷനിലാണ് ആദ്യത്തെ കൺട്രി വരുന്നത്, അതാണ് ഡെൻമാർക്ക്. ഓക്കെ, ഡെൻമാർക്ക് 4ാമത്തെ പൊസിഷനാണ്, അതാണ് ആദ്യത്തെ കൺട്രി. ഇന്ത്യയുടെ റാങ്ക് 23 ആണ്. ഇനി ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന 4 ഇൻഡെക്സുകളാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് 40% വെയിറ്റേജാണ് കൊടുക്കുന്നത്. അതുപോലെ റിന്യൂവബിൾ എനർജിയുടെ ഉപയോഗം 20% വെയിറ്റേജാണ് കൊടുക്കുന്നത്. എനർജി യൂസ് 20% വെയിറ്റേജാണ് കൊടുക്കുന്നത്. പിന്നെ ക്ലൈമറ്റ് പോളിസി അതിനും 20% വെയിറ്റേജാണ് കൊടുക്കുന്നത്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ്സ് അബൌട്ട് ദ ഡയറക്റ്റീവ് ഫോർ ദ സ്റ്റേറ്റ് ടു സെക്യൂർ എ സോഷ്യൽ ഓർഡർ ഫോർ ദ പ്രൊമോഷൻ ഓഫ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ? അതായത് സ്റ്റേറ്റുകൾ ഒരു സോഷ്യൽ ഓർഡർ, നമ്മുടെ ആൾക്കാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരു സോഷ്യൽ ഓർഡർ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ആർട്ടിക്കിൾ 39, 40,
38, 37. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 38 ആണ്. ഇതെല്ലാം വരുന്നത് എന്തിലാണ്? നമ്മുടെ DPSPയിലാണ്. ഓക്കെ, DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് ഇതെല്ലാ ആർട്ടിക്കിളും വരുന്നത്. നമുക്കത് ഓരോന്നായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആർട്ടിക്കിൾ 36 ആണ് ഫസ്റ്റ് DPSP എന്ന് പറയുന്നത്. അത് ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, നമ്മുടെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 എന്താണോ പറയുന്നത് അതേപോലെ തന്നെയാണ് ആർട്ടിക്കിൾ 36 പറയുന്നത്, ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. ഇനി 37 എടുക്കുകയാണെങ്കിൽ ഈ DPSPകൾ എന്താണ്? നോൺ ജസ്റ്റിസേബിൾ ആണ്. അതായത് നമ്മുടെ കോർട്ടിന് ഇത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ കൺട്രിക്ക് ഗവർണൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ആർട്ടിക്കിളുകൾ ഉപയോഗിക്കാം, ഉപയോഗിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ എന്തല്ല, ഇതൊരിക്കലും കോർട്ടിൽ എൻഫോഴ്സിബിൾ അല്ല. കോർട്ടിന് അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ആർട്ടിക്കിൾ 38 എടുക്കുകയാണെങ്കിൽ ഇതാണ് എന്ത് പറയുന്നത്? ആൾക്കാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു പോലീസിങ് സിസ്റ്റം, അതുപോലെ മിലിറ്ററി സോഷ്യൽ ഓർഡർ പോലീസിങ് സിസ്റ്റം ഒക്കെ എന്ത് ചെയ്യണം? കൊണ്ടുവരണം എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 39 പറയുന്നത് അതിനൊരു കോഡുണ്ട്. അതാണ് LDC ഗോസ് ടു PHC. LDC ഗോസ് ടു PHC എന്താണ് എന്ന് വെച്ചാൽ ലൈവ്ലിഹുഡാണ്. അതായത് എല്ലാവർക്കും ജീവിക്കാനുള്ള നല്ലൊരു ലൈവ്ലിഹുഡ് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ D എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്. എല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവണം. C എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് തടയണം. ഒരാളിൽ മാത്രമായിട്ട് വെൽത്ത് കോൺസെൻട്രേറ്റ് ആയി പോകാൻ പാടില്ല. P എന്ന് പറയുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ. മെന്നും വുമണും ഒരേപോലത്തെ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടുപേർക്കും ഈക്വൽ പേയ്മെൻ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇനി ഹെൽത്ത് ആണെങ്കിൽ വർക്കേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരുടെയൊക്കെ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇനി C എന്ന് പറയുന്നത് ചിൽഡ്രൻ്റെ എന്താണ്? ചൈൽഡ്ഹുഡ് കെയറും അതുപോലെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഒക്കെയാണ് സിയിൽ പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 39 വന്നത് 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 ഇതിൽ പറയുന്നത് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ആണ്. അതായത് ലീഗൽ എയ്ഡിന് പോകാൻ കഴിയാത്ത ആൾക്കാർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് സ്റ്റേറ്റ് തന്നെ കൊടുക്കണം. ആർട്ടിക്കിൾ 41 പറയുന്നത് എന്താണ്? പബ്ലിക് അസിസ്റ്റൻസ് ആണ്. അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഓൾഡ് ഏജോ അല്ലെങ്കിൽ സിക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റ് ടു വർക്ക് അതുപോലെ എഡ്യൂക്കേഷൻ, പബ്ലിക് അസിസ്റ്റൻസ് ഒക്കെ ചെയ്യണം. അതാണ് 41 പറയുന്നത്. വയ്യാത്ത ആൾക്കാരെ അതുപോലെ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഓൾഡ് ഏജ് ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മൾ. ഇനി ആർട്ടിക്കിൾ 42 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ കണ്ടീഷൻസ് ഉണ്ട്. വയ്യായിക അതുപോലെ മെറ്റേണിറ്റി റിലീഫ് ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അതിൻ്റേതായ രീതിയിൽ ആൾക്കാർക്ക് റിലീഫ് കൊടുക്കണം എന്നുള്ളതാണ്. ഇനി 43 എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, ഒരു ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലിവിങ് വേജ് വേണം പ്രൊവൈഡ് ചെയ്യാൻ. 43A എടുക്കുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഓക്കെ, ഇതിൽ കണ്ടിന്യൂസ് ആയിട്ടല്ല ഇത് പോയിരിക്കുന്നത്. 38, 39, 39A, ദെൻ 40 ഇതിനകത്തില്ല, 40 മിസ്സിംഗ് ആണ്. 41, 42, 43, 43A ഉണ്ട്. ദെൻ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ആർട്ടിക്കിളില്ല. അപ്പം ഈ ഇത്രയും ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളാണ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിൽ വരുന്ന ആർട്ടിക്കിൾ മാത്രമേ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ആർട്ടിക്കിളുകളൊക്കെ നമ്മൾ ഗാന്ധിയൻ പ്രിൻസിപ്പിളും അതുപോലെ ലിബറൽ പ്രിൻസിപ്പിളിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇനി 43A എടുക്കുവാണെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രികളുടെ മാനേജ്മെൻറ്റിൽ വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷനാണ് 43A പറയുന്നത്. 43B ഉണ്ട്, അതിന് പറയാം. ദെൻ 47 പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അതുപോലെ ലെവൽ ഓഫ് ന്യൂട്രീഷനും ഉയർത്തിക്കൊണ്ട് വരണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആർട്ടിക്കിളുകളാണ് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ വരുന്നത്. ഇനി ഗാന്ധിയൻ പ്രിൻസിപ്പിൾ എടുക്കുകയാണെങ്കിൽ 40ാമത്തെ ആർട്ടിക്കിൾ ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ 43 എടുക്കുകയാണെങ്കിൽ 43 എടുക്കുകയാണെങ്കിൽ പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഓൺ ആൻ ഇൻഡിവിജ്വൽ ഓർ കോപ്പറേറ്റീവ് ബേസിസ്. അതായത് കോട്ടേജ് ഇൻഡസ്ട്രികൾ, നമ്മളെ കുടിൽ വ്യവസായങ്ങൾ അതുപോലെ തന്നെ അങ്ങനെയുള്ളത് നമ്മുടെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബേസിൽ എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം. അതാണ് 43 പറയുന്നത്. 43B ആണെങ്കിൽ അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രൊമോഷൻ. 43B പറയുന്നത് 43B വന്നത് 97th അമെൻമെൻറ്റ് ഓഫ് 2011 97ാമത് അമെൻമെൻറ്റ് ഓഫ് 2011 43B വരുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാനുള്ള സഹായങ്ങൾ നടത്തണം എന്നുള്ളതാണ്. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഫോം ചെയ്യാനുള്ള സഹായങ്ങൾ കൊടുക്കണം. ഇനി 46 പറയുന്നത് നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബ് അതുപോലെ വീക്കർ സെക്ഷൻസിൻ്റെയൊക്കെ എക്കണോമിക് ഇൻട്രസ്റ്റും എഡ്യൂക്കേഷനും ഒക്കെ പ്രൊമോട്ട് ചെയ്യണമെന്നാണ്. 47 നമ്മൾ മറ്റേതിൽ നോക്കിയായിരുന്നു. നമ്മുടെ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിലും നമ്മൾ പറഞ്ഞു 47, അതുപോലെ തന്നെ ഗാന്ധിയൻ പ്രിൻസിപ്പിളിലും 47 പറയുന്നുണ്ട്. എന്നാൽ 47ൻ്റെ ഈ ഭാഗമാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ്, ഡ്രഗ്സിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കണമെന്നാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ പറയുന്നത്. 47ൻ്റെ ഒരു ഭാഗമാണ്. 47ൽ തന്നെയുള്ള മറ്റൊരു ഭാഗമാണ് ന്യൂട്രീഷൻ കൂട്ടുക അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടുക എന്നുള്ളത്. അത് ശ്രദ്ധിച്ചോളണം. ഇനി ആർട്ടിക്കിൾ 48 നമ്മളിവിടെ പറയുന്നില്ല. ഓക്കെ, ആർട്ടിക്കിൾ 48 എന്ന് പറയുന്നത് നമ്മുടെ
പശുക്കളുടെ അതുപോലെ കാഫ്സിൻ്റെയൊക്കെ എന്താണ് അതായത് നമ്മുടെ പാല് കറക്കുന്ന അങ്ങനെയുള്ള കന്നുകാലികളെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, സ്ലോട്ടർ ചെയ്യാൻ പാടില്ല എന്നാണ് 48 പറയുന്നത്. അതും ഒരു ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ്. ഓക്കെ, ഇനി ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൽ ആർട്ടിക്കിൾ 44 വരുന്നുണ്ട്. അതായത് യൂണിഫോം സിവിൽ കോഡ്. രാജ്യത്തിൻ്റെ ടെറിട്ടറിക്കകത്തുള്ള എല്ലാ സിറ്റിസണിനും എല്ലാവർക്കും നിയമങ്ങൾ ഒരേപോലെ ആയിരിക്കും, അവരുടെ കണ്ടക്റ്റുകളെല്ലാം ഒരേപോലെ ആയിരിക്കും. എക്സാമ്പിളാണ് നമ്മുടെ ഡൈവോഴ്സ് എന്ന് പറയുന്നത്. ഹിന്ദുസ് ഡൈവോഴ്സ് ചെയ്യുന്ന ഒരു രീതിയിൽ, മുസ്ലിംസ് ഡൈവോഴ്സ് ചെയ്യുന്ന തലാക്ക് ചൊല്ലിയിട്ട്, അപ്പം അങ്ങനെയൊക്കെ പല പല ക്രിസ്ത്യൻസിൻ്റെ എടുക്കണമെങ്കിൽ വേറൊരു രീതിയിൽ, അങ്ങനെ പാടില്ല. എല്ലാവരും ഒരേ നിയമം എങ്ങനെയാണോ അനുശാസിക്കുന്നത് ആ രീതി വേണം, അത് ഏത് കണ്ടക്റ്റ് ആണെങ്കിലും അങ്ങനെ ചെയ്യേണ്ടത്. അതാണ് യൂണിഫോം സിവിൽ കോഡ് ഉദ്ദേശിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 45 എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ, അതുപോലെ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷനൊക്കെയാണ് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 48 നമ്മൾ ഗാന്ധിയൻ പ്രിൻസിപ്പിളിലും പഠിച്ചു. ഇവിടെ നമ്മൾ കൗവിൻ്റെയൊക്കെ സ്ലോട്ടറാണ് തടയണമെന്ന് പറഞ്ഞത്. ഇവിടെ അതിന് പറയുന്നതെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ അതുപോലെ ആനിമൽ ഹസ്ബൻഡറിയൊക്കെ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യണമെന്നാണ്. അതിന് വേണ്ടിയിട്ടുള്ള മോഡേൺ ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അതാണ് 48 പറയുന്നത്, ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിളിൽ. ഇനി 48A എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റ് അതുപോലെ വൈൽഡ് ലൈഫിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം. 49 എന്ന് പറയുന്നത് നമ്മുടെ മോണുമെൻറ്റ്സ്, പ്ലേസസ്, നമ്മുടെ നാഷണൽ ഇമ്പോർട്ടൻസ് വരുന്ന പ്ലേസുകൾ, ഒബ്ജക്റ്റുകൾ, മോണുമെൻറ്റ്സ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 50 ആണെങ്കിൽ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവിൽ നിന്ന് ജുഡീഷ്യറിയെ സെപ്പറേറ്റ് ചെയ്യണം. ആർട്ടിക്കിൾ 51 ആണ് പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അത് നമ്മൾ 51A BC എന്നൊക്കെ പറഞ്ഞ് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ഇൻ്റർനാഷണൽ പീസും സെക്യൂരിറ്റിയും പ്രൊമോട്ട് ചെയ്യുന്നതിൽ രാജ്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ രാജ്യവും പങ്കെടുക്കണം എന്നുള്ളതാണ് 51 പറയുന്നത്. ഓക്കെ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ ദാറ്റ് കൊളാബറേറ്റഡ് വിത്ത് സ്റ്റെറിലൈറ്റ് ടെക്നോളജീസ് ലിമിറ്റഡ് ടു ടെസ്റ്റ് ഇന്ത്യസ് ഫസ്റ്റ് ക്വാണ്ടം ഡിസ്ട്രിബ്യൂഷൻ കീ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്മിഷൻ ഇൻ 2025? ഇന്ത്യയുടെ ആദ്യത്തെ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്മിഷനിൽ ടെസ്റ്റിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അത് കൊളാബറേറ്റ് ചെയ്ത സ്റ്റെറിലൈറ്റ് ടെക്നോളജി ലിമിറ്റഡിൻ്റെ കൂടെ പങ്കെടുത്ത ഓർഗനൈസേഷൻ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ടെലമാറ്റിക്സ് ആണ്, C.DOT ആണ്. ഓക്കെ, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ടെലമാറ്റിക്സ്. അപ്പോഴത്തെ ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻ ആയിരുന്നു. നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓസ്ട്രേലിയൻ സിറ്റീസ് ഡിഡ് ദ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഇനാഗുറേറ്റ് ഇന്ത്യസ് 4th കോൺസുലേറ്റ് ഇൻ നവംബർ 2024? നവംബർ 2024 ഇന്ത്യയുടെ നാലാമത്തെ കോൺസുലേറ്റ് നമ്മുടെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള S. ജയശങ്കർ ഓസ്ട്രേലിയയിലെ ഏത് സിറ്റിയിലാണ് ഇനാഗുറേറ്റ് ചെയ്തതെന്നാണ് ചോദ്യം. ഓക്കെ, ഓസ്ട്രേലിയയിലെ നാലാമത്തെ കോൺസുലേറ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം ബ്രിസ്ബെയിൻ ആണ്. ഓക്കെ, ബ്രിസ്ബെയിനിലാണ് ഇനാഗുറേറ്റ് ചെയ്തത്. നമുക്ക് കുറച്ച് സന്ദർശനങ്ങൾ നോക്കാം, നമ്മുടെ മിനിസ്റ്റേഴ്സിൻ്റെ സന്ദർശനങ്ങൾ നോക്കാം. മാർച്ച് 2026 നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S. ജയശങ്കർ G7 മീറ്റിങ്ങിനായിട്ട് ഫ്രാൻസിൽ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അവിടെ വെച്ച് ബ്രിക്സ് പ്രസിഡൻസി അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെയൊക്കെ സ്റ്റെബിലിറ്റിയൊക്കെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയിട്ടുണ്ടായിരുന്നു. ഡിഫൻസ് പാർട്ണർഷിപ്പ് അതുപോലെ ഹൈടെക് കോപ്പറേഷനൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു നരേന്ദ്രമോദി ഇസ്രായേലിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി അഗെയിൻ മലേഷ്യ പോയിട്ടുണ്ടായിരുന്നു. മലേഷ്യയിൽ ഈസ്റ്റ് പോളിസി, ഓക്കെ, ഈസ്റ്റ് പോളിസി അതുപോലെ തന്നെ ഡിജിറ്റൽ എക്കണോമി ട്രേഡൊക്കെ എന്ത് ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്യാനായിട്ടാണ് നരേന്ദ്രമോദി മലേഷ്യയിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഫെബ്രുവരിയിൽ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ നോർവേയിലും ജർമ്മനിയിലും പോയിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിനെ മീറ്റ് ചെയ്യാനാണ്. എന്തിനാണ്, ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള എന്താണ് ഫൈനാൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റുകൾ, ഓക്കെ, ഫൈനാൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റുകൾ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഇനി അഗൈൻ ഫെബ്രുവരിയിൽ S. ജയശങ്കർ USA പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ക്രിട്ടിക്കൽ മിനറൽസ് മിനിസ്റ്റീരിയലിൽ എന്താണ് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇനി ഡിസംബറിൽ നരേന്ദ്രമോദി ജോർദാനിലും എത്യോപ്യയിലും ഒമാനിലും പോയിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കൻ യൂണിയനുമായിട്ടുള്ള എനർജി സെക്യൂരിറ്റിയൊക്കെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി നവംബറിൽ നരേന്ദ്രമോദി അഗൈൻ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. അത് എന്താണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ICC ഇവൻസിൻ്റെയൊക്കെ ആൻഡ് ട്രേഡ് കോർപ്പറേഷൻ്റെയൊക്കെ ബൈലാറ്ററൽ ടോക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇനി അഗൈൻ നവംബറിൽ നരേന്ദ്രമോദി ഭൂട്ടാനിൽ പോയിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ നമ്മുടെ നെയ്ബർഹുഡ് കൺട്രി ആണല്ലോ, അപ്പം നെയ്ബർഹുഡിലെ ഹൈഡ്രോ പവർ പ്രോജക്റ്റുകളും പോളിസികളൊക്കെ എന്ത് ചെയ്യാൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഭൂട്ടാനിൽ പോയത്. ഇനി നവംബറിൽ നമ്മുടെ ദ്രൗപദി മുർമു, നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമു എന്ത് ചെയ്തു,
അങ്കോളയും ബോട്സ്വാനയും വിസിറ്റ് ചെയ്തു. അത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ അങ്കോളയും ബോട്സ്വാനയും വിസിറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡൻ്റാണ് ആര്? ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പ്രസിഡന്റ് പോയത് അവിടുത്തെ മിനറലും ട്രേഡും അവരുമായിട്ടുള്ള മിനറൽ ട്രേഡ് ഒക്കെ എന്ത് ചെയ്യാൻ, ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിന് തന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു മൈ ലെക്ചർ. എൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.